ഓക്കെ, നമുക്ക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, നമ്മുടെ ഹിസ്റ്ററിയുടെ സെക്കൻഡ് ചാപ്റ്ററിലത്തെ നാഷണാലിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിലുള്ള, അതായത് ഈ ചാപ്റ്റർ തീരുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നിങ്ങൾ നന്നായിട്ട് ആ ക്വസ്റ്റ്യൻസ് പഠിക്കുക, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിലത്തെ ഏതാണ്? വൈ ഈസ് ദി ഗ്രോത്ത് ഓഫ് നാഷണാലിസം ഇൻ ദ കോളനീസ് ലിങ്ക്ഡ് ടു ആൻ ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ്? എന്താണ് ദേശീയതയുടെ വളർച്ച, ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ദേശീയതയുടെ വളർച്ച എങ്ങനെയാണ് ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ്സ് അല്ലേ, എങ്ങനെയാണ് അത് ലിങ്ക് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് നാഷണാലിസം ഇൻ കോളനീസ് വാസ് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ്സ് because people started realizing that foreign rules was the main cause of their economic and political exploitation. Colonial powers imposed harsh taxes, restricted local industries, and denied political rights. People began uniting against the common enemy, colonial rule. This shared struggle created a feeling of belonging to one nation. വിദേശ ഭരണം ജനങ്ങളെ എന്ത് ചെയ്തു? രാഷ്ട്രീയമായി ചൂഷണം ചെയ്യുകയായിരുന്നു. ആണല്ലോ, രാഷ്ട്രീയപരമായിട്ടും എല്ലാ തരത്തിലും ചൂഷണം ചെയ്യുമായിരുന്നു. പൊതുവായൊരു ശത്രുവിനെതിരെ എല്ലാ ജനതയും ഒരുമിച്ച് നിൽക്കുക. ചൂഷണത്തെയും അനീതിയെയും നേരിട്ടപ്പോൾ നാം ഒരു രാഷ്ട്രമാണെന്ന ബോധം ജനങ്ങളിൽ ജനിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ഫസ്റ്റ് വേൾഡ് വാർ ഹെൽപ്പ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ? അതായത് നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യയിൽ ദേശഭക്തി വളരാനായിട്ട് വലിയ പങ്ക് വഹിച്ചു. അതെങ്ങനെയാണെന്നാണ് ചോദ്യം. അതായത് യുദ്ധച്ചെലവുകൾ കൂട്ടാൻ ബ്രിട്ടീഷ് സർക്കാർ എന്തു ചെയ്തു? ഉയർന്ന നികുതിയും വിലക്കയറ്റവും കൊണ്ടുവന്നു. നമുക്ക് ഏറ്റവും എസെൻഷ്യലായിട്ട് കിട്ടേണ്ട സാധനങ്ങളുടെയൊക്കെ വില കൂടി. അതിനൊക്കെ നമുക്ക് ഷോർട്ടേജ് ഉണ്ടായി. പിന്നെന്താ, യുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സൈനികർ സ്വാതന്ത്ര്യം, സ്വയംഭരണം പോലുള്ള ആശയങ്ങളുമായിട്ട് തിരികെ വരികയും അത് നമ്മുടെ ഇടയിലൊക്കെ സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. ദ ഫസ്റ്റ് വേൾഡ് വാർ ലീഡ് ടു ഹ്യൂജ് ഇൻക്രീസ് ഇൻ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ വിച്ച് കോസ്ഡ് ഹെവി ടാക്സസ്, പ്രൈസ് റൈസ് ആൻഡ് സ്കേഴ്സിറ്റി ഓഫ് എസെൻഷ്യൽ ഗുഡ്സ്. Indian soldiers returned with ideas of freedom and self-determination. The hardship and dissatisfaction created during the war years made Indians more aware of the need for self-rule, strengthening the national movement. Then next questionലേക്ക് പോവാം. നിങ്ങൾ ഈ ആൻസേഴ്സ് എഴുതുമ്പോൾ നിങ്ങളുടേതായ രീതിയിൽ 2 or more പോയിന്റുകൾ കൂടെ ആഡ് ചെയ്തിട്ട് മനോഹരമായിട്ട് എഴുതുക കേട്ടോ. Why were Indian outraged by the Rowlatt Act? റൗലറ്റ് ആക്ടിനെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. എന്തുകൊണ്ടാണ് റൗലറ്റ് ആക്ടിനെ അല്ലെങ്കിൽ ആ നിയമത്തെ കടുത്ത എതിർപ്പോടായി സ്വീകരിച്ചത്? അതായത് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് തന്നെ വാദം കേൾക്കാതെ ആളുകളെ അറസ്റ്റ് ചെയ്യാനും വിചാരണയില്ലാതെ മാസങ്ങളോളം ആളുകളെ തടവിൽ വയ്ക്കാനും പറ്റുമായിരുന്നു. പൗരസ്വാതന്ത്ര്യത്തെ നേരിട്ട് ആക്രമിച്ച നിയമമായിരുന്നത് കൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്തത്? അതിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജി അതിനെ കറുത്ത നിയമം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ബ്ലാക്ക് ആക്ട് എന്നാണ് ഗാന്ധിജി റൗലറ്റ് ആക്ടിനെ വിളിച്ചിരുന്നത്. വൈ ഡിഡ് ഗാന്ധിജി വിത്ഡ്രോ ദ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്? നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിജി എന്തുകൊണ്ടാണ് വിത്ഡ്രോ ചെയ്തത്? നമുക്കറിയാം, ചൗരി ചൗര സംഭവമാണ് അതിൻ്റെ പിന്നിൽ. 1922 ചൗരി ചൗര സംഭവമാണ് അതിൻ്റെ പുറകിലുള്ളത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നന്നായിട്ട് വായിക്കുക. 2 or more പോയിൻ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. വാട്ട് യു മീൻ ബൈ ദി ഐഡിയ ഓഫ് സത്യാഗ്രഹ? സത്യാഗ്രഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാന്ധിജിയുടെ ഒരു സമര രീതിയായിരുന്നു അല്ലേ. സത്യാഗ്രഹം എന്നത് സത്യത്തിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം. അതെങ്ങനെയാണ്? അക്രമമില്ലാതെ അനീതിക്കെതിരെ പോരാടുക, സത്യവും ധൈര്യവും ഉപയോഗിച്ച് എതിരാളിയുടെ മനസാക്ഷിയെ ഉണർത്തുക. പിന്നെ ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിസ്ഥാന മൂല്യം തന്നെ അതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓൺ എ ജാലിയൻവാല ബാഗ് മസാക്കർ. നമുക്കെല്ലാവരും ന്യൂസ് പേപ്പർ വായിക്കുന്നതാണ്. നമുക്കറിയാം ഒന്നിങ്ങനെയാണിത് റിപ്പോർട്ട് ചെയ്യുക. അതിൽ നമുക്കൊരു ഹെഡ്ലൈൻ വേണം. പിന്നെ ആ റിപ്പോർട്ട് ചെയ്യുന്നത് സ്ഥലം, സംഭവങ്ങളൊക്കെ ആയിട്ട് നിങ്ങളത് എഴുതുക. അമൃത്സറിൽ 1919 ഏപ്രിൽ 13 അതായത് റൗലറ്റ് ആക്ടിനെതിരെ ഒക്കെ ആയിട്ട് എന്തായത്, ആയിരക്കണക്കിന് ആളുകളെ ജനറൽ ഡയർ അപ്രതീക്ഷിതമായിട്ട് വെടിയുതിർക്കുകയും 100 പേര് കൊല്ലപ്പെടുകയും ചെയ്തൊരു സംഭവമാണ് അല്ലേ. അത് നിങ്ങൾ വളരെ നന്നായിട്ട് എഴുതുക, നിങ്ങളുടെ പോയിന്റുകളും കൂടി ചേർക്കുക. ഇനി റൈറ്റ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓൺ സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ നമുക്കറിയാം. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നത് നമ്മുടെ രാജ്യത്തുള്ള ഒരാളുടെ പ്രാതിനിധ്യം പോലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല അല്ലേ. 1928 ഭരണഘടനാ പരിഷ്കാരങ്ങൾ പഠിക്കാൻ ബ്രിട്ടീഷുകാർ അയച്ച കമ്മീഷനിൽ ഒരു ഇന്ത്യൻ അംഗവും ഇല്ലാതിരുന്നത് ജനങ്ങളെ പ്രകോപിപ്പിക്കുകയാണ്. ബോംബെയിൽ നിന്ന് ലാഹോർ വരെയുള്ള നഗരങ്ങളിൽ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം മുഴങ്ങി.
ലാലാ ലജ്പത് റായ് നേതൃത്വം നൽകിയ പ്രക്ഷോഭത്തിൽ അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും പിന്നീട് മരിക്കുകയും ചെയ്തു. ഇതാണ് പൂർണ്ണ സ്വരാജ് ആവശ്യത്തിനുള്ള പോരാട്ടത്തെ ശക്തമാക്കി കൊണ്ടുവന്നത്. ഇനി അടുത്തത് കമ്പാരിസൺ ആണ്. കമ്പയർ ഇമേജസ് ഓഫ് ഭാരത് മാത ആൻഡ് ജർമ്മേനിയ. നമ്മൾ മുന്നേ പാഠത്തിൽ പഠിച്ച നാഷണലിസം ഇൻ യൂറോപ്പ് ആ ഒരു ഇതിൽ പഠിച്ചതാണ്. ഭാരത് മാത രാഷ്ട്രത്തെ മാതാവായിട്ട് പ്രതിനിധീകരിക്കുന്നു. ആത്മീയത, സമാധാനം, ത്യാഗം എന്നിവയുടെ പ്രതീകമാണ്. ജർമ്മേനിയ ജർമ്മൻ രാജ്യത്തിൻ്റെ ശക്തി, ധൈര്യം, യുദ്ധവീര്യം എന്നിവയുടെ പ്രതീകമാണ്. ഭാരത് മാത പതാക, സിംഹം, ഹാലോ പോലുള്ള ആത്മീയ ചിഹ്നങ്ങളുണ്ട്. ജർമ്മേനിയ വാള്, ആയുധങ്ങൾ പോലുള്ള സൈനിക ചിഹ്നങ്ങളാണ്. ഓക്കെ, അതും നിങ്ങൾ വളരെ നന്നായിട്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എഴുതാനായിട്ട് നോക്കുക. ലാസ്റ്റ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എന്താണ് ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ് വിച്ച് ജോയിൻ ദി നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. നമ്മുടെ മുന്നത്തെ വീഡിയോകളിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ടത് കേൾക്കുക. ഒരു കഥ പോലെയാണത്, പഠിക്കാനും നിങ്ങൾക്ക് എളുപ്പമാണ്. പ്രസ്ഥാനത്തിൽ ചേർന്ന ഗ്രൂപ്പുകൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, അഭിഭാഷകർ, കർഷകർ, ആദിവാസികൾ, പ്ലാന്റേഷൻ തൊഴിലാളികൾ, വ്യാപാരികൾ, നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇനി 3 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളുടെ ഒരു എക്സ്പ്ലനേഷൻ, അത് 2-3 വളരെ ഷോർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് എക്സ്പാൻഡ് ചെയ്തെഴുതുക, വളരെ മനോഹരമായിട്ട് എക്സ്പാൻഡ് ചെയ്തെഴുതുക, ഫുൾ മാർക്ക് വാങ്ങുക. നെക്സ്റ്റ് സോൾട്ട് മൂവ്മെൻ്റ് ആണ് അല്ലേ? സോൾട്ട് മൂവ്മെൻ്റ് അല്ല, സോൾട്ട് മാർച്ചാണ് അല്ലേ? ദണ്ഡി യാത്ര എന്ന് പറയും. വളരെ മനോഹരമാണത്. ഉപ്പ് സാധാരണക്കാരനും ധനികനും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ്. ബ്രിട്ടീഷുകാർ അതിനെ നികുതി ചുമത്തി ജനങ്ങളെ ചൂഷണം ചെയ്തു. അപ്പോൾ ഗാന്ധിജി 240 മൈൽ നടന്ന് ദാണ്ഡിയിലെത്തിയിട്ട് നിയമം ലംഘിക്കുകയാണ്. ആയിരങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ചു. ലോകശ്രദ്ധ ഇന്ത്യയിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ നിയമം ലംഘനം എളുപ്പവും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു. ഓക്കെ, അത് നിങ്ങൾ നന്നായിട്ട് നോക്കുക. കൂടുതൽ പോയിന്റുകൾ ആഡ് ചെയ്യുക, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ദെൻ നെക്സ്റ്റ്, ആസ് എ വുമൺ ഇൻ സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ്, വാട്ട് ഡിഡ് എക്സ്പീരിയൻസ് മെൻ ടു യുവർ ലൈഫ്? ആൻസർ. അതായത് സിവിൽ ഡിസൊബീഡിയൻസ് പ്രസ്ഥാനത്തിൽ പങ്കെടുത്തൊരു സ്ത്രീയായ ഞാൻ എന്നുള്ള ഒരു രീതിയിൽ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണെന്ന് തിരിച്ചറിഞ്ഞു. ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ എഴുതുക. ജസ്റ്റ് നിങ്ങളത് റീഡ് ചെയ്ത് പോയാൽ മാത്രം മതി, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ വൈ ഡിഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഡിഫർ ഷാർപ്ലി ഓവർ ദി ക്വസ്റ്റ്യൻസ് ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്? എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്? ബ്രിട്ടീഷുകാർ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാൻ വേർതിരിച്ച തിരഞ്ഞെടുപ്പ് പ്രാവർത്തികമാക്കി. അംബേദ്കർ ദളിതർക്ക് സ്വതന്ത്ര രാഷ്ട്രീയ ശബ്ദം വേണമെന്നാവശ്യപ്പെട്ടു. പിന്നീട് ഗാന്ധിജി അതിനെതിരെ നിന്നു. അത് ഹിന്ദു സമൂഹത്തെ വിഭജിക്കുമെന്ന് കരുതി. ഇനി മുസ്ലിം നേതാക്കൾ ന്യൂനപക്ഷാവകാശ സംരക്ഷണം ആവശ്യപ്പെട്ടു. ഒടുവിൽ പൂന പാക്ട് 1932 വഴിയാണ് ഒത്തുതീർപ്പ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടേതായ പോയിന്റുകൾ ആഡ് ചെയ്യുക, ക്ലാസ്സുകൾ കേൾക്കുക, എല്ലാവരും നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ, താങ്ക് യു.